ജയിൽ ചാടിയ കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമിയെ തിരികെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിച്ചു. ഇയാളുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 1:15 ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ 10 മണിക്കൂറിന് ശേഷമാണ് തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്ന് പിടികൂടിയത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഗോവിന്ദച്ചാമിയെ പിടികൂടാനായത്. അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെല്ലിന്റെ ഗ്രിൽ അറുത്തുമാറ്റിയ ശേഷം 7.5 മീറ്റർ ഉയരമുള്ള മതിലിൽ തുണി കെട്ടിയായിരുന്നു ജയിൽ ചാട്ടം. ഗോവിന്ദച്ചാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. സലാം മുഹമ്മദും സുനിൽ ഐസക്കും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാമിലേക്കാണ്. സലാം, ഇപ്പോൾ ചാടിയ അതേ ജയിലിലേക്ക് വീണ്ടും ഗോവിന്ദച്ചാമിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. തെളിവെടുപ്പ് നടക്കുകയാണോ? അതെ അമൃത, അല്പസമയം മുമ്പാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഗോവിന്ദച്ചാമിയെ കൊണ്ടുവന്നത്. ആദ്യഘട്ടത്തിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ പിന്നാലെ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് തന്നെ അയാളെ എത്തിച്ചു. പിന്നെ അതിനുശേഷം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലും കൂടാതെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലും എത്തിച്ചു. നീണ്ട നേരം ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ വെച്ചായിരിക്കും എങ്ങനെയാണ് ജയിൽ ചാടിയതടക്കമുള്ള ഇയാൾക്ക് മറ്റെന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, സഹതടവുകാരന്റെ റോൾ എന്താണ് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസ് കൃത്യമായി അയാളെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുന്ന ഒരു ശ്രമമാണ് ഇപ്പോൾ. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജയിലിനുള്ളിലാണ് ഗോവിന്ദച്ചാമിയും അന്വേഷണ സംഘവും ഉള്ളത്. അയാളെ തെളിവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ദീർഘനേരമാണ് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചത്. ആദ്യഘട്ടത്തിൽ തളാപ്പിൽ നിന്നും കണ്ടെത്തിയ ഉടൻ തന്നെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള പോലീസ് ട്രെയിനിങ് സെന്ററിലേക്ക് എത്തിച്ചു. അവിടെ വെച്ച് ദീർഘനേരം ചോദ്യം ചെയ്തതിനു ശേഷമാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയത്. ആ സമയത്തൊക്കെ തന്നെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഇയാളെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമമുണ്ടായി. അതിനു പിന്നാലെ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്കും പിന്നാലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കും കൂടാതെ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കും എത്തിച്ചു. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ നാട്ടുകാർ തടിച്ചുകൂടുന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് വിവിധ സ്ഥലങ്ങളിൽ വിവിധ നേരങ്ങളിലായി എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചത്. അങ്ങനെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇവിടെ തെളിവെടുക്കുന്നതിന് വേണ്ടി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ എത്തിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. ഇത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ മജിസ്ട്രേറ്റ് വീട്ടിൽ ഹാജരാക്കുകയോ അല്ലെങ്കിൽ ഓൺലൈനായിക്കൊണ്ട് കോടതി നടപടികൾ പൂർത്തീകരിക്കുകയോ ചെയ്യുക എന്നുള്ളതായിരിക്കും പോലീസ് സ്വീകരിക്കുന്ന നടപടി എന്ന് പറയുന്നത്. ഏതായാലും ഈ കോടതി സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ ഇതിൽ നിന്നും പുറത്തിറക്കുകയാണെങ്കിൽ കോടതിയിൽ തന്നെ നേരിട്ട് ഹാജരാക്കാനുള്ള ഒരു ശ്രമവും പോലീസിന്റെ ഭാഗത്തുണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നും ഇയാൾ ചാടി കൊടും ക്രിമിനലായിട്ടുള്ള ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ്. ആ രീതിയിൽ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള നടപടി അല്ലെങ്കിൽ അത്തരം പ്രതികരണങ്ങളാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. 20 ദിവസത്തോളം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ഇയാൾ ജയിൽ ചാടിയത്. അതിന് ഇയാൾക്ക് മറ്റു സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു കമ്പി, അതായത് ഈ സെല്ലിന്റെ ഒരു കമ്പി മുറിച്ചു മാറ്റിക്കൊണ്ടാണ് ഇയാൾ ജയിൽ ചാടിയിട്ടുള്ളത്. കൂടാതെ തടി കുറയ്ക്കുന്നതിന് വേണ്ടി, അതായത് സെല്ലിന്റെ കമ്പിക്കുള്ളിലൂടെ പുറത്തേക്ക് കടക്കുന്നതിന് വേണ്ടി ചപ്പാത്തി മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഇയാൾ തടി കുറയ്ക്കാനുള്ള ശ്രമം നടത്തി ശരീരഭാരം കുറച്ചതിനു ശേഷമാണ് ഈ സെല്ലിൽ നിന്നും പുറത്തേക്ക് ചാടിയിട്ടുള്ളത്. കൂടാതെ ഇയാളുടെ സഹതടവുകാരനായിട്ടുള്ള ആൾക്ക് കൂടി ഇതിൽ പങ്കുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത് 6:30 കൂടിയാണ് പോലീസിന് ജയിൽ ചാടിയതായിട്ടുള്ള വിവരം ജയിൽ അധികൃതർ നൽകുന്നത്. അതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഏതാണ്ട് 3-4 മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഇയാളെ ഈ സ്ഥലത്തു നിന്നും തളാപ്പിലെ ഒരു ആളൊഴിഞ്ഞ വീടിന്റെ സമീപത്തുള്ള കിണറ്റിൽ നിന്നും കണ്ടെത്തുന്നത്. അതിനു പിന്നാലെയാണ് പോലീസ് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഇയാളെ സലാം തുടരൂ. സുനിൽ ഐസക് കൂടി ചേരുന്നുണ്ട്. സുനിൽ, ഗോവിന്ദച്ചാമിയെ ജയിൽ മാറ്റിയേക്കും എന്നുള്ളൊരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉത്തരവ് ഇറങ്ങിയോ? ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റാനുള്ള നിർണായകമായ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. അല്പസമയം എന്നതടക്കമുള്ള വീഴ്ചകൾ വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള
ഒരു ഉത്തരവ് കൂടിയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട ജയിൽ DGPക്ക് ജയിൽ DIG അന്വേഷണ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട ജയിൽ DGPക്ക് ജയിൽ DIG അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. വലിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ച കണ്ണൂർ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല അതിനിടയിൽ ഈ മൊഴിയുമായി ബന്ധപ്പെട്ട കുറെ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഇയാളെ ഏതാണ്ട് 1.5 മണിക്കൂർ നേരത്തോളം കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു ചാടി തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള ആസൂത്രിതമായ ഒരു ശ്രമം താൻ നടത്തിയിരുന്നുവെന്നും അതിനുവേണ്ടി 28 ദിവസത്തിലധികം നീണ്ട കൃത്യമായ ആസൂത്രണം തന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു എന്നുള്ള മൊഴി ഇപ്പോൾ വരുന്നത്. അതായത് കണ്ണൂരിൽ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു ചാടി ഏതാണ്ട് 3 മണിക്കൂർ നേരം ഈ ജയിലിന്റെ ഇടവഴികളിലൂടെ ഈ ജയിലിന്റെ പുറത്തുള്ള ഇടവഴികളിലാണ് ഇയാൾ ഒളിച്ചിരുന്നത്. അവിടെ നിന്ന് കുറച്ചുകൂടി സേഫ് ആയ ഒരു സോണിലേക്ക് മാറുക, തുടർന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക. റെയിൽവേ സ്റ്റേഷൻ എവിടെയെന്നത് സംബന്ധിച്ച് ചില കൃത്യമായ ഒരു ധാരണ ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നേരം വെളുത്തതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുക, അല്ലെങ്കിൽ ദേശീയപാതയിൽ നിന്ന് തന്നെ ഏതെങ്കിലും ലോങ് പോകുന്ന ഏതെങ്കിലും ഒരു ലോറിയിൽ കയറി തമിഴ്നാട്ടിലേക്ക് കടക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്നാണ് ഇയാൾ ഇപ്പോൾ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. എന്തായാലും വലിയ അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായി എന്ന് പോലീസും ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് ഇത് സംബന്ധിച്ച ഒരു എൻക്വയറി റിപ്പോർട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടും തേടിയിരുന്നു. ഇതിൽ പോലീസിനെ സംബന്ധിച്ച്, ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് വലിയ തലവേദന ഉണ്ടാക്കിയ, വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ് ഗോവിന്ദച്ചാമിയെ പോലൊരു കൊടും ക്രിമിനലിന്റെ ജയിൽ ചാട്ടം. സ്വാഭാവികമായും അതിൽ അടിയന്തരമായ നടപടികൾ വരും മണിക്കൂറുകളിൽ ഉണ്ടായേക്കും എന്ന് തന്നെ നമ്മൾ കരുതുന്നു. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ജയിൽ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് 3 ജയിൽ ജീവനക്കാരെ ഇപ്പോൾ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ കൂടുതൽ നടപടികളിലേക്ക് ഉണ്ടാകും. ഒരുപക്ഷെ കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അടക്കമുള്ളവർക്കെതിരെ കടുത്ത നടപടികൾ പോവാനുള്ള സാധ്യത കൂടി പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായി 3 ജയിൽ ജീവനക്കാർക്കെതിരെയാണ് ഇപ്പോൾ അടിയന്തരമായി അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്.